പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഒരു കാലത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ നായകനും മുൻ താരവുമായ സന്ദേശ് ശങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടാക്കിയ ഓളമൊന്നും ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രതിരോധ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ സന്ദേശ് ശങ്കൻ ഉണ്ട് എന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം സന്ദേശ് ശങ്കൻ ചേക്കേറിയത് ISL ക്ലബായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്കായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം ചേക്കേറിയത് ISL ക്ലബായ ബംഗളൂരു FC-യിലേക്കാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് FC ഗോവ എന്ന ISL ക്ലബിന് വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ FC ഗോവയുടെ ഈ സീസണിലെ ആദ്യത്തെ 6 മത്സരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ഒറ്റ വിജയം മാത്രമാണ് നേടാൻ സാധിച്ചത്. എന്നാൽ ആ 6 മത്സരങ്ങളിലും സന്ദേശ് ശങ്കൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. താരത്തിന് പരിക്കായിരുന്നു. എന്നാൽ സന്ദേശ് ശങ്കൻ വന്നതിന് ശേഷം ഇപ്പോൾ FC ഗോവ വീണ്ടും 6 മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ 6 മത്സരങ്ങളിൽ നിന്നും 5 വിജയം FC ഗോവയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇത് ഈ കണക്ക് തന്നെ സൂചിപ്പിക്കുകയാണ് സന്ദേശ് ശങ്കൻ എന്ന താരം അവരുടെ പ്രതിരോധ നിരയിൽ എത്രമാത്രം മിന്നി കളിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇപ്പോൾ സന്ദേശ് ശങ്കനെ തിരികെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ മാക്സിമസ് ആണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അവർ വ്യക്തമാകുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സന്ദേശ് ശങ്കനെ കൊണ്ടുവരാനായി ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് അവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് അവർ അറിയിക്കുന്നത്. എന്തായാലും ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും മാക്സിമസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ്. എന്തായാലും ചർച്ചകൾ ആരംഭിച്ചു എന്നൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോ ഇത് ഇനി ഒരു റൂമറായി മാത്രം ഒതുങ്ങിപ്പോകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. കൂടാതെ ഒരു താരത്തെ പുറത്താക്കിയാൽ പിന്നീട് തിരികെ ആ താരത്തെ കൊണ്ടുവരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശൈലിയല്ല. ഇനി എങ്ങാനും അത് സംഭവിച്ചാൽ അത് ചരിത്രമാകുമെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. എന്തായാലും ജിങ്കൻ എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിൽ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ലതുപോലെ തന്നെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തായാലും ജിങ്കൻ എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ലോട്ടറി തന്നെയായിരിക്കും. എന്തായാലും സന്ദേശ് ശങ്കൻ ഇപ്പോൾ തിരികെ വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.